മാപ്പില്ലാത്ത ക്രൂരത. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന രണ്ടാനച്ഛൻ അരുൺ ആനന്ദിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കുട്ടികളുടെ സുരക്ഷയും ചികിത്സയും സർക്കാർ ഏറ്റെടുത്തതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടി. ചികിത്സയാരംഭിച്ച് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ആശാവഹമായ ഒരു നിലയും കുട്ടിയുടെ ശാരീരികാവസ്ഥയിലില്ല. തലയോട് പൊട്ടിയിട്ടുണ്ട്. ശ്വാസകോശം തകർന്ന അവസ്ഥയിലാണ്. ശരീരമാസകലം ചതവുകളുണ്ട്. പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ട്. ശ്വാസകോശത്തിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. വയറിനുള്ളിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷയും ചികിത്സയും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. പ്രതിക്ക് പരമാവധി ശിക്ഷയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കും. വളരെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു ആക്രമണവും വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല. സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ അധികാരികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കസ്റ്റഡിയിൽ കഴിയുന്ന രണ്ടാനച്ഛൻ അരുൺ ആനന്ദിനെതിരെ വധശ്രമ കുറ്റമടക്കമുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. കോടാലി, മദ്യം തുടങ്ങിയവയും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. MS അനീഷ് കുമാർ, ന്യൂസ് 18, തൊടുപുഴ. രണ്ടാനച്ഛൻ മുൻപും കുട്ടികളെ മർദ്ദിച്ചിരുന്നതായി അമ്മ മൊഴി നൽകി. ഭയം മൂലമാണ് മർദ്ദന വിവരം ഇവർ ആദ്യം പുറത്തു പറയാതിരുന്നത്. കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാണ് മർദ്ദിച്ചത്. ഇളയ കുട്ടി മൂത്രമൊഴിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ചവിട്ടിയ ശേഷം ഇടിക്കുകയും പിന്നീട് ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. തടയാൻ ശ്രമിച്ചെങ്കിലും മർദ്ദനം തുടർന്നെന്നും അമ്മ മൊഴി നൽകി. കുട്ടി ബെഡിൽ യൂറിനേറ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ആ കുട്ടിയെ സമയങ്ങളിൽ ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇയാൾ ഈ മൂത്ത കുട്ടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പരിക്ക് പറ്റിയ കുട്ടിയാണ്. അത് ചെയ്യാത്തതിനെ പറ്റിയിട്ടുള്ള പ്രഭാവത്തിലാണ് ആദ്യം ചവിട്ടിയത്. ഈ നേരത്തെ കിടന്നിരുന്നു. അന്ന് അയാൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചത്. 3 മണിയോട് കൂടിയിട്ട്. കുട്ടിയുടെ നില എപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആശുപത്രിയിൽ നിന്നോ ഡോക്ടർമാരിൽ നിന്നോ അത്തരത്തിലൊരു നല്ല വാർത്ത അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ധന്യ, തീർച്ചയായും കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയുമില്ല. രാവിലത്തേതിനേക്കാൾ സ്ഥിതിഗതികൾ കുറച്ചുകൂടി വഷളായതായാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും 48 മണിക്കൂർ നിരീക്ഷണത്തിൽ, ഡോക്ടർമാർ കർശനമായ നിരീക്ഷണത്തിന് കീഴിലായിരിക്കും. ആ കുട്ടി സ്വന്തമായി ശ്വസിക്കുന്നതിനോ ഉള്ള കഴിവ് ഇല്ല. പൂർണ്ണമായും വെന്റിലേറ്റർ സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി മാത്രമാണ് ശ്വസനം നടക്കുന്നത്. ഇന്ന് രാവിലെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ മരുന്നുകളോട് ഒരു തലത്തിലും പ്രതികരിക്കുന്നില്ല. ഒപ്പം ശരീരഭാഗങ്ങൾ ചലിക്കുന്നുമില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും നിർണായകമായ ചില മണിക്കൂറുകളിലൂടെയാണ് 7 വയസ്സുകാരനായ കുട്ടിയുടെ ജീവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ അവസ്ഥ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനില്ല എന്നൊരു സൂചനകൾ തന്നെ ആശുപത്രിയിൽ നിന്ന് നൽകുന്നു. എങ്കിലും അവർ ആശുപത്രിയുടെ കഴിവിൻ്റെ പരമാവധി ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് നേരത്തെ തൊടുപുഴയിൽ നിന്നും ആശുപത്രിയിലെത്തി അമ്മയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷം ഇനി അല്പസമയത്തിനകം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ധന്യ. അനീഷ, ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാവുമോ? കാരണം നമുക്ക് നേരത്തെ വായിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പോലെ നിരവധി ക്രിമിനൽ കേസുകളിൽ അയാൾ പ്രതിയാണ്. ആ സാഹചര്യത്തിൽ തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതകളുണ്ടോ? തീർച്ചയായും അരുൺ ആനന്ദിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ പോലീസ് വിവിധ ഭാഗങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഫോർട്ട്, മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിൽ 2 കേസുകൾ വീതമുണ്ട്. അങ്ങനെ 4 കേസുകളിൽ നിലവിൽ പ്രതിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതിൽ ഒരു കേസ് വിജയരാഘവൻ എന്ന ഒരാളെ ബിയർ കുപ്പിക്ക് കുത്തിക്കൊലപ്പെടുത്തിയ കേസായിരുന്നു. എന്നാൽ വിചാരണ വേളയിൽ ഇയാളെ വെറുതെ വിടുകയായിരുന്നു. മറ്റ് സ്ത്രീകളിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ഈ കേസിൽ ഇയാൾക്കെതിരെ ചുമത്തും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 19 മാത്രമാണ് ഈ കുട്ടികളുടെ അമ്മയോടും കുട്ടികളോടുമൊപ്പം ഇയാൾ എത്തുന്നത്. ഇയാളുടെ ബന്ധു കൂടിയായിരുന്നു ഈ കുട്ടികളുടെ അച്ഛൻ മരിച്ച ശേഷമാണ് ഇവരുടെ രക്ഷകൻ എന്ന വ്യാജേന ഇയാൾ അടുത്തെത്തുകയും പിന്നീട് ഇവരോടൊപ്പം ജീവിക്കുകയും ആയിരുന്നു. പലവട്ടവും സമാനമായ രീതിയിൽ തന്നെ കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് മൊഴിയെടുത്തപ്പോൾ ഇയാൾ മർദ്ദിച്ചതായുള്ള കാര്യം അമ്മ വെളിപ്പെടുത്തിയിരുന്നില്ല. അത് ജീവൻ ഭയം മൂലമാണ് പറയാതിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊലക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങളാണ്, വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ചുമത്തുന്നത്. ധന്യ. ശരി അനീഷ.
തൊടുപുഴയിൽ 7 വയസ്സുകാരനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ രണ്ടാനച്ഛൻ അരുൺ ആനന്ദ് മുമ്പും കുട്ടികളെ മർദ്ദിച്ചതിന്റെ സൂചനകൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ചു. കുടുംബത്തിന് അയൽവാസിയുമായും കാര്യമായ ബന്ധങ്ങളില്ലായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 7 വയസ്സുകാരനുമായി അമ്മയും രണ്ടാനച്ഛനും ആശുപത്രിയിൽ പോയ ശേഷം അർദ്ധരാത്രി മുതൽ പുലരുവോളം 4 വയസ്സുകാരനായ അനുജൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പോലീസ് നൽകിയ വിവരമനുസരിച്ച് വീട്ടിലെത്തിയ അയൽവാസികൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ സംഭവമാണ്, ഈ കൊച്ചിങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, കൊച്ചിനെ എടുത്തുകൊണ്ട് വരാമോ, അതിനെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ശരി നോക്കാം, ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിൽ പോലും രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പം കൊണ്ടുവരാൻ സാറിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, അപ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊച്ചിനെ എടുക്കാൻ പോയത്. 10 മാസം മുമ്പാണ് കുട്ടികളുടെ അച്ഛൻ മരിച്ചത്. തൊടുപുഴയിൽ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയായ അരുൺ കുട്ടികളുടെ അമ്മയ്ക്കൊപ്പം പിന്നീട് കൂടുകയായിരുന്നു. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്നും പോലീസ് കണക്കുകൂട്ടുന്നു. അരുണിന്റെ തൊഴിലാണ് 7 വയസ്സുകാരന് പരിക്കേറ്റതെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രകോപനത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. രണ്ടാനച്ഛന്റെ പീഡനം കുട്ടി അധ്യാപകരോട് പറഞ്ഞിരുന്നതായി സൂചനയുണ്ട്. ഇതിന്റെ പ്രതികാരമായാവാം മർദ്ദനമെന്നും ചൈൽഡ് ലൈൻ കണക്കുകൂട്ടുന്നു. MS അനീഷ് കുമാർ, ന്യൂസ് 18 ഇടുക്കി. 27-ാം തീയതിക്ക് ശേഷം ലഭിച്ച ബില്ലുകൾ പാസ്സാക്കരുതെന്ന ട്രഷറി ഡയറക്ടറുടെ നിർദ്ദേശം. ട്രഷറി ഡയറക്ടർ ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി. നാളെ വൈകിട്ട് 5 മണി വരെ ബില്ലുകളും ചെക്കുകളും സമർപ്പിക്കാം. TG സജിത്ത് ചേരുന്നു. സൈത്ത വാർത്തയുടെ വിശദാംശങ്ങൾ. ധനിയ, കർശനമായ ട്രഷറി നിയന്ത്രണമാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത്. സാമ്പത്തിക വർഷാവസാനത്തെ തിരക്ക് പരിഗണിച്ചാണ് പുതിയ നിയന്ത്രണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണമെങ്കിലും ഇത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ പ്രധാന കാരണമായിട്ടുള്ളത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 3 ദിവസം കൂടെ ശേഷിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഏറെക്കുറെ ഒരു ട്രഷറി സ്തംഭനാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 27-ന് ശേഷം സ്വീകരിച്ച ബില്ലുകൾ പാസ്സാക്കരുത് എന്ന നിർദ്ദേശം ട്രഷറി ഡയറക്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ബില്ലുകൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി നാളെ വൈകിട്ട് 5 മണി വരെ ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ മാർച്ച് 31 അർദ്ധരാത്രി വരെ പോലും ട്രഷറി പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് എല്ലാ ബില്ലുകൾക്കും പണം അനുവദിക്കുക, സാമ്പത്തിക വർഷത്തെ അവസാനം മുമ്പായി അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അത്തരം ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ വളരെ നേരത്തെ തന്നെ ട്രഷറി ബില്ലുകൾ അനുവദിക്കേണ്ടതില്ല തീരുമാനത്തിലേക്ക് വന്നു. എന്തായാലും 27-ന് ശേഷം വന്നിരിക്കുന്ന ബില്ലുകൾ ക്യൂ സംവിധാനത്തിലേക്ക് മാറ്റുകയും അടുത്ത സാമ്പത്തിക വർഷം ഇതിന്റെ പണം അനുവദിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ശരി സജിത്ത്. വയനാട്ടിനെ ചൊല്ലി പോരും. വയനാട്ടിലേക്ക് രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തിപ്പെടുന്നു. രാഹുൽ ഇല്ലെങ്കിൽ പകരം സ്ഥാനാർത്ഥിയെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിക്കണമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് ആവശ്യപ്പെട്ടു. KPCC മുമ്പ് പ്രഖ്യാപിച്ച T സിദ്ദിഖിനെതിരെയാണ് ഐ ഗ്രൂപ്പിന്റെ പടയൊരുക്കം. വയനാട്ടിലെ അനിശ്ചിതത്വത്തിൽ ആദ്യം മിതത്വം പാലിച്ച മുസ്ലിം ലീഗും വിമർശനവുമായി രംഗത്തെത്തി. വയനാട്ടിലെ T സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഐ ഗ്രൂപ്പ് ഉയർത്തിയ കലാപം ഉമ്മൻചാണ്ടി കടുത്ത നിലപാടെടുത്തതോടെയാണ് കെട്ടടങ്ങിയത്. രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ ഇത് വീണ്ടും തലപൊക്കുകയാണ്. രാഹുൽ ഇല്ലെങ്കിൽ T സിദ്ദിഖ് തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പില്ലെന്നും AICC പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും തുറന്നു പറഞ്ഞ് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് രംഗത്തെത്തി. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം. രാഹുലിനായി പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സീറ്റിലുള്ള അവകാശവാദം കൈവിടാതെ വയനാട് മണ്ഡലത്തിൽ നടന്ന കൺവെൻഷനുകളിലെല്ലാം T സിദ്ദിഖ് സജീവമായിരുന്നു. എന്നാൽ രാഹുലിന്റെ വരവ് പ്രഖ്യാപിച്ച് ആശയക്കുഴപ്പത്തിന് തുടക്കമിട്ട ഉമ്മൻചാണ്ടിക്ക് ഇനിയും സിദ്ദിഖിനായി വിലപേശാനാകില്ലെന്നാണ് ഐ ഗ്രൂപ്പ് കണക്കുകൂട്ടുന്നത്. ഇതിനിടെയാണ് അനിശ്ചിതത്വം തുടരുന്നതിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗം ചേർന്ന് പ്രതിഷേധം അറിയിച്ചത്. ലീഗിന് മാത്രമല്ല, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അതൃപ്തി ഉണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിലുള്ള പ്രതിഷേധം വയനാട്ടിലെ കേരള കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. കോൺഗ്രസിന്റെ 17-ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയുമില്ല. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക വേണ്ടെന്നും പ്രചാരണത്തിലൂടെ നിലവിലെ സാഹചര്യം മറികടക്കാമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തൽ. രാഹുലിനെ തടയാൻ ഡൽഹിയിൽ ഒരു പാർട്ടി നാടകം കളിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വയനാട്ടിൽ മത്സരിക്കാതിരിക്കാൻ സമ്മർദ്ദവുമായി ശരത് പവാറിനും ശരത് യാദവിനും പിന്നാലെ DMK നേതാവ് MK സ്റ്റാലിനും രംഗത്തെത്തി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ച. രാഹുൽ മൗനം തുടരുന്നു. ഇതോടെ വയനാടും വടകരയുമില്ലാതെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങിയത്. ശരത് പവാർ, ശരത് യാദവ് എന്നിവർക്കൊപ്പം
DMK നേതാവ് MK സ്റ്റാലിനും വയനാട് മത്സരിക്കാതിരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനുമേൽ സമ്മർദ്ദം ശക്തമാക്കി. പ്രതിപക്ഷ ഐക്യത്തിൽ രാഹുൽ തന്നെ വിള്ളൽ വീഴ്ത്തരുതെന്നാണ് ഇവരുടെ ശക്തമായ നിലപാട്. ഇതോടെ രാഹുൽ ആശയക്കുഴപ്പത്തിലായെങ്കിലും കേരളത്തിനും കർണാടകത്തിനും 50-50 സാധ്യതയെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളുടെ വിലയിരുത്തൽ. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക വേണ്ട. Just like to mention one thing, not just Kerala, there are some states where we haven't announced. There are many seats we haven't announced. And as soon as the announcement ready, we will announce it. രാഹുൽ വയനാട് വന്നാലും ഇല്ലെങ്കിലും പ്രചാരണത്തിലൂടെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകും. മത്സരിക്കുന്നത് കർണാടകയിലാണെങ്കിൽ രാഹുലിനെ വയനാട് പ്രചാരണത്തിനിറക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അതിനിടെ രാഹുലിനെ പിന്തിരിപ്പിക്കാൻ ഇടപെടുന്നത് CPM ആണെന്ന പരോക്ഷ വിമർശനവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്ന ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമെന്ന ആശങ്കയാണ് CPM-നെന്ന് രമേശ് ചെന്നിത്തല. ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം വരെ CPM-ന് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിന്റെ പരിഭ്രാന്തി CPM-ന് ബംഗാളിലൊന്നും കിട്ടാൻ പോകുന്നില്ല. വടകരയിൽ K മുരളീധരൻ സ്ഥാനാർത്ഥിയാകും. ആശയക്കുഴപ്പമില്ലെന്നും വയനാടിനൊപ്പം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് കാലതാമസമെന്നുമാണ് വിശദീകരണം. രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ കർണാടകയിലെ ബിദാർ മണ്ഡലത്തിലെ വിജയസാധ്യത പരിശോധിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതായാണ് സൂചന. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ CPM ഇടപെട്ടില്ലെന്നും LDF കൺവീനർ A. വിജയരാഘവൻ. പ്രശ്നം സങ്കീർണമാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ CPM സ്വാധീനിച്ചു എന്ന് പറയുന്നത് അവരുടെ ബലഹീനതയാണെന്നും വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ആ മുന്നണിക്കകത്തുണ്ടായ UDF-നകത്തുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി രൂപപ്പെട്ട ഒരു മരവിപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക പ്രചരണം എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകളാണോ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ നടത്തിയത് എന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമാണ്. അവരെ ആലോചിക്കേണ്ട ഒരു പ്രശ്നം ഇന്നത്തെ കാര്യത്തിൽ BJP തോൽപ്പിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്, അല്ലാതെ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എന്നതല്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാലും ഇല്ലെങ്കിലും ഒന്നും നടക്കാനില്ലെന്ന് MV ജയരാജൻ. രാഹുൽ വന്നാൽ വയനാട്ടിലെ മികച്ച സർക്കാർ സ്കൂളുകൾ രാഹുൽ വന്ന ഒരു കാര്യം രാഹുലിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഇവിടെ വന്നിട്ട് ചോദിച്ചു സ്കൂളുണ്ടോ, കോളേജുണ്ടോ, ആശുപത്രിയുണ്ടോ. ഇവിടെ വന്നാൽ വയനാട്ടിലുൾപ്പെടെ ഏറ്റവും ദുർബല ജില്ലകളിൽ ഒന്നായ വയനാട്ടിലുൾപ്പെടെ ആധുനിക സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരവുമുള്ള ഹൈടെക് ആക്കിയ സ്കൂൾ കാണും. അങ്ങനെ സ്കൂൾ കണ്ട ഒരിക്കൽ കൂടി പഠിക്കണമെന്ന് രാഹുലിന് തോന്നിയേക്കും. UDF-ന്റെ 3 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ, മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി T. മുഹമ്മദ് ബഷീർ എന്നിവരാണ് പത്രിക നൽകിയത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ പട്ടിക നൽകിയത്. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും പത്രിക സമർപ്പിച്ചു. മലപ്പുറത്ത് മികച്ച വിജയം നേടുമെന്നും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിലെ ആഭ്യന്തര കാര്യമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷം കൂടും, ഒരു സംശയമില്ല. ഒരു വർഷം കൂടുന്ന എല്ലാ ലക്ഷണവും നിയോജക മണ്ഡലത്തിലുണ്ട്. UDF ഒരു വൻ മുന്നേറ്റമാണ് കാണുന്നത്. വയനാട് ഇപ്പൊ നല്ല പ്രചരണം നടക്കുന്നുണ്ട്. വയനാട് സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ UDF-ന്റെ നല്ല പ്രചരണം നടക്കുന്നത്, ചിട്ടായ പ്രവർത്തനം നടക്കുന്നുണ്ട്. സഹപ്രവർത്തകരുടെ പൾസ് അറിഞ്ഞ് 6 മാസം മുൻപേ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആലോചിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് KV തോമസ്. സഹപ്രവർത്തകർക്ക് അവസരം നഷ്ടപ്പെടുന്നതായി നേരത്തെ തോന്നലുണ്ടായിരുന്നു. പുതിയ തലമുറ വരുന്നതിൽ സന്തോഷമുണ്ട്. ഗ്രൂപ്പുകളുടെ അതിപ്രസരം കോൺഗ്രസിൽ പാടില്ലെന്നും കഴിവുള്ളവരെ ഗ്രൂപ്പിന് അതീതമായി മുന്നോട്ട് കൊണ്ടുവരണമെന്നും KV തോമസ് കൊച്ചിയിൽ പറഞ്ഞു. പുതിയൊരാൾ വരുന്നു, ഹൈബിയെ പോലെ ഒരാൾ വരുന്നു, നല്ല കാര്യം. അയാൾ വളർന്നു വരട്ടെ, അയാളും സംഭാവനകൾ ചെയ്തിട്ടെ. അല്ലാതെ നമ്മളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നേതൃത്വമുള്ള ഒരു പാർട്ടിയാണ്, ഒത്തിരി ചെറുപ്പക്കാരുള്ള പാർട്ടിയാണ്. അപ്പോൾ അവരൊക്കെ ഈ രംഗത്ത് കടന്നു വരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന സൂചന നൽകി KPMS പ്രസിഡന്റ് പുന്നല ശ്രീകുമാർ.
നവോത്ഥാന, ജനാധിപത്യ, മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യും. സംസ്ഥാന സമ്മേളനത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നും പുന്നല ശ്രീകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ KPMS നിലപാട് നിർണായകമാണെന്നും പുന്നല ശ്രീകുമാർ പ്രതികരിച്ചു. ജനാധിപത്യ, മതേതര, നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഈ നാടിനെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ മാനവികത പുലരണം എന്നാഗ്രഹിക്കുന്ന പുരോഗമന വീക്ഷണമുള്ള പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആഗ്രഹിക്കും. അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കഠിനമായ ചൂട് തുടരുന്നു. സൂര്യാതപത്തിന് എതിരെ ജാഗ്രത മറ്റന്നാൾ വരെ നീട്ടി. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ഇനിയും ചൂട് 3 ഡിഗ്രി വരെ ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി. ഇന്നലെ സംസ്ഥാനത്ത് 120 പേർക്ക് സൂര്യാതപമേറ്റു. വേനൽ മഴയ്ക്ക് അനുകൂലമായ യാതൊരു സാഹചര്യങ്ങളുമില്ല. അറബിക്കടലിന്റെ പല ഭാഗങ്ങളിലും 3% വരെ ചൂട് കൂടി. കടലിൽ നിന്ന് ഉഷ്ണക്കാറ്റ് കരയിലേക്ക് വീശുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതിനാലും കനത്ത ചൂട് തുടരും. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇവിടങ്ങളിൽ ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടും. തുടർച്ചയായ 5ാം ദിനവും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രിയാണ് താപനില. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും താപസൂചിക 50-ന് മുകളിലായതിനാൽ ജാഗ്രത തുടരും. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെയാണ് ഇപ്പോൾ നിലവിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ചൂട് കുറയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരും. അതുപോലെ വേനൽ മഴയും കൂടി എത്തുമെന്നാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ തുടങ്ങിയവർ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂസ് 18 തിരുവനന്തപുരം. ശാന്തസമുദ്രത്തിൽ തെക്ക് കിഴക്കൻ ഭാഗം ചൂടുപിടിക്കുന്ന എൽനിനോ പ്രതിഭാസമാണ് കേരളത്തിലെ കൊടും ചൂടിന് കാരണമെന്ന് വിദഗ്ധർ. ഇപ്പോഴത്തെ കൊടും ചൂട് മറ്റൊരു വലിയ പ്രളയത്തിന് കാരണമായേക്കുമെന്ന ആശങ്കയും വിദഗ്ധർ പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാ വൻകരകളിലെ കാലാവസ്ഥയെയും എൽനിനോ പ്രതിഭാസം ബാധിച്ചേക്കും. മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നതിനെ എൽനിനോ തടയുന്നതാണ് സംസ്ഥാനത്തെ കനത്ത ചൂടിന് കാരണം. വരും മാസങ്ങളിൽ ചൂട് ഇനിയും കൂടാമെന്ന് വിദഗ്ധർ പറയുന്നു. നാച്ചുറൽ വേരിയബിലിറ്റി, നമ്മുടെ എർത്ത് സിസ്റ്റത്തിൽ നാച്ചുറൽ വേരിയബിലിറ്റിയും ഈ ടെമ്പറേച്ചർ ഇൻക്രീസിലേക്ക് ലീഡ് ചെയ്യും. ഗ്ലോബൽ ചേഞ്ച് തന്നെ ആവണമെന്നില്ല. ജൂൺ, ജൂലൈ കാലവർഷക്കാലത്ത് ഇത്തവണ സാധാരണ പോലെ മഴ പ്രതീക്ഷിക്കാനാവില്ല. കടുത്ത വരൾച്ചയുണ്ടായേക്കും. എന്നാൽ അതിനുശേഷം കനത്ത പേമാരിയോ മറ്റൊരു പ്രളയമോ പോലും ഉണ്ടായേക്കുമെന്ന് ഭൗമശാസ്ത്രജ്ഞനായ സുഭാഷ് ചന്ദ്രബോസ് പറയുന്നു. മഴ ദിനങ്ങൾ കുറയുന്നു, പിന്നെ മഴയുടെ തീവ്രത, മഴത്തുള്ളിയുടെ തീവ്രത കൂടുന്നു, മഴ മണിക്കൂറുകൾ കുറയുന്നു, തീവ്രത കൂടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും പ്രളയവും വെള്ളപ്പൊക്കവുമായിരിക്കും മഴക്കാലം സമ്മാനിക്കുക. കാലാവസ്ഥയാകെ തകിടം മറയുന്ന സാഹചര്യത്തിൽ കേരളം ദീർഘകാല പാരിസ്ഥിതിക പദ്ധതികൾ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ചൂട് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉയർന്ന താപനില സൂര്യാഘാതത്തിനുൾപ്പെടെ കാരണമായേക്കാം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത VG, ന്യൂസ് 18. ഓച്ചിറയിൽ തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായി. വൈദ്യപരിശോധന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായത്. പ്രധാന പ്രതി മുഹമ്മദ് റോഷനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ചൌക്കീദാർ മുദ്രാവാക്യം ആവർത്തിച്ച് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. ബഹിരാകാശത്തും കാവൽക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യഥാർത്ഥ കാവൽക്കാർ കള്ളന്മാരല്ലെന്ന് ഹരിയാനയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി വാരാണസിയിൽ വരാൻ സമയം കണ്ടെത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. भारत के सामर्थ्य से परिचित कराया है. भारत अब अंतरिक्ष में भी चौकीदारी करने में सक्षम है.